അനുഭവ പരിചയക്കുറവുള്ള അനുഭവ പരിചയക്കുറവ് എന്ന് പറയുന്നത് അത് ഒരു മാപ്പർഹിക്കുന്നൊരു കാര്യമാണ്. ആ അനുഭവ പരിചയക്കുറവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചില വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു മാപ്പ് കൊടുത്ത് ഇങ്ങനൊരു അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് എത്താതെ ആ പഴയ ഭരണസമിതിയെ നിലനിർത്തണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഗൂഢാലോചനയാണോ അതോ എന്താണ് അതിൻ്റെ ഒരു കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഈ നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞിട്ടല്ലല്ലോ ഒരു മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരാളൊരു മേഖലയിലേക്ക് വരുമ്പോൾ ചില വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾ വരുമ്പോൾ ആ വീഴ്ചകളെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു വലിയ അധ്യാപകൻ്റെ ജോലിയാണ് ജനറൽ ബോഡി ചെയ്യേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പകരം ഒരു കൂട്ടമായിട്ട് കമ്മിറ്റിയെ സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അഭിപ്രായം പറയുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഒരു കമ്മിറ്റിക്ക് രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടി വരിക. ഒരു എന്താ പറയുക, അങ്ങനെ ഒരു രീതിയിൽ സംഘടിച്ച് ഒരു ആക്രമണം നടത്തി ഒരു ഭരണസമിതിയെ പുറത്തുവിടേണ്ട ഒരു ആവശ്യകത ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ആക്രമണം എന്നുള്ളതല്ല, സംഘടിതമായി ഇപ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും കൂടെ പറയുമ്പോഴാണല്ലോ, ഭൂരിപക്ഷ അഭിപ്രായം വരുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ടും ഒരു ഭരണസമിതിക്ക് രാജിവെക്കേണ്ടി വരിക. പിഴവുകളുണ്ടെങ്കിലും കൊടുത്ത് കാര്യം അങ്ങനെയാണല്ലോ ഒരാളെ വളർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ചെയ്യുന്നത്. അവരെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതല്ലേ. അങ്ങനെ വരാതിരിക്കാൻ സമൂഹവും എന്നെപ്പോലത്തെ കലാകാരന്മാരും ശ്രേഷ്ഠരായി നിങ്ങളെപ്പോലത്തെ മാധ്യമ സുഹൃത്തുക്കളും കണ്ണും കാതും തുറന്നിരിക്കുക. അതാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ള നമ്മുടെ സമ്മാനം. അങ്ങനെ നീക്കം വരാതിരിക്കട്ടെ എന്നാണ്. വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.